കാലത്തിന്റെ പ്രയാണത്തിൽ ആത്മപ്രകാശം കൊണ്ടു മാത്രം അപരിചിതമായ വഴികൾ കാണുക പ്രയാസം. രത്നങ്ങൾ വഴികളെ പ്രകാശിപ്പിക്കുന്നു. സോഡിയാക് ടെമ്പിൾ നിങ്ങളുടെ ജീവിതത്തെയും. അഗ്നി പുരോഹിതനാണ്. യജ്ഞത്തിന്റെ ദേവനും ഋതുക്കളെ നിയന്ത്രിക്കുന്നവനും രത്നങ്ങളെ നിർമ്മിക്കുന്നവനുമാകുന്നു. അനന്തമായ ഈശ്വര വൈഭവങ്ങൾ പരിപൂർണമാണ് ഭൗതിക പ്രപഞ്ചത്തിൽ. പരിപൂർണ ജീവിതം സാധ്യതമാക്കാൻ വേണ്ടുന്ന പ്രകൃതി വിഭവങ്ങൾ ഇവിടുണ്ട്. ജീവിതം സാർത്ഥകമാക്കാൻ ആ മഹാശക്തി നമുക്ക് നൽകിയ വരദാനങ്ങളിലൊന്നാണ് അമൂല്യ സൗഭാഗ്യങ്ങളായ രത്നങ്ങൾ. അഗ്നിയിൽ നിന്നും ചൂടും വെളിച്ചവും വികിരണം ചെയ്യപ്പെടും പോലെ രത്നങ്ങൾ ആകാശശക്തികളുടെ ഊർജത്തെ ആവാഹിച്ച് വികിരണം ചെയ്യുന്നു. ആകയാൽ രത്നങ്ങൾ ഭാഗ്യമാണ്, പരിപൂർണനായ ഈശ്വരനാണ്. പ്രപഞ്ചം ഊർജത്തിന്റെ ഉറവിടമാണ്. ഐതിഹ്യങ്ങളുടെ കാലം മുതൽ സൂര്യനിലും അതിന്റെ തേജസ്സിലും മാനവവംശത്തിന് വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാഗ്യത്തിലും ഭാഗ്യരത്നങ്ങളിലും. പ്രപഞ്ചത്തിന്റെ ഊർജം മനുഷ്യന് ഉപകരിപ്പിക്കുകയാണ് രത്നങ്ങൾ ചെയ്യുന്നത്. വേദങ്ങൾക്ക് ഉപവേദങ്ങൾ ഉള്ളതുപോലെ വേദാംഗങ്ങളുണ്ട്. ഇതിൽ 5ാമത്തെ അംഗമാണ് ജ്യോതിശാസ്ത്രം. ഗ്രഹനക്ഷത്രാദികളുടെ നീക്കത്തെപ്പറ്റി ഇതിൽ പറയുന്നു. ഗ്രഹങ്ങളുടെയും സൂര്യചന്ദ്രന്മാരുടെയും പ്രതിനിധികളാണ് രത്നങ്ങൾ. ഋഷിമാർ ഉപാസിച്ച ഭാഗ്യസൂക്തത്തിലെ ഐശ്വര്യ സ്വരൂപം രത്നങ്ങളാണ്. ഓരോ കൂറുകാർക്കും ഏറ്റവും ചേർന്ന നിറങ്ങളുള്ളതുപോലെ ഓരോ നക്ഷത്രക്കാർക്കും അനുയോജ്യമായ രത്നങ്ങളുമുണ്ട്. അതാണ് ജന്മനക്ഷത്ര കല്ലുകൾ. പൗരാണിക കാലം മുതൽ രത്നങ്ങൾ ആഭരണങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ആഭരണം എന്നതിലുപരി ദശകാല ദോഷങ്ങൾക്കും രോഗങ്ങൾക്കും പ്രതിവിധിയായി രത്നങ്ങൾ ധരിച്ചു വരുന്നു. രത്നക്കല്ലുകൾ ഉപയോഗിച്ചുള്ള ഒരു ചികിത്സാരീതി തന്നെ പ്രചാരത്തിലുണ്ട്. ഇതിന് ജെം തെറാപ്പി എന്ന് പറയുന്നു. ഇതിന്റെ ഫലസിദ്ധി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതോടെ ആഗോള പ്രചാരം നേടിവരുന്നു. ഹൃദ്രോഗത്തിനും രക്തസമ്മർദ്ദത്തിനും മരതകവും, രക്താർബുദത്തിന് ചെമ്പവിഴവും, വലിവിന് വെള്ളമുത്തും, പ്രമേഹത്തിന് ഇന്ദ്രനീലവും, ഹിസ്റ്റീരിയയ്ക്ക് ചെമ്പവിഴം പകലും മരതകം രാത്രിയിലും ധരിക്കുന്നു. ഊർജപ്രഭവ കേന്ദ്രമായ സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്ന രത്നമാണ് മാണിക്യം. സൂര്യനിൽ നിന്നുള്ള അദൃശ്യ കിരണങ്ങളെ നാഡികൾ കൂടി കടത്തിവിടാൻ മാണിക്യത്തിന് കഴിവുണ്ട്. ഒരു ചാന്ദ്രമാസം 27 ദിവസവും 8 മണിക്കൂറുമാകുന്നു. ഈ കാലയളവിനുള്ളിൽ ചന്ദ്രരശ്മികൾ മനുഷ്യരക്തത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ വരുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചന്ദ്രരശ്മികളെ തന്നിലേക്ക് ആവാഹിച്ച് പ്രതിഫലിപ്പിക്കുന്ന മുത്ത് തീർച്ചയായും ഗുണം ചെയ്യും. ഇതുപോലെ വജ്രം ശുക്രനെയും, മരതകം ബുധനെയും, വൈഡൂര്യം കേതുവിനെയും, ഇന്ദ്രനീലം ശനിയെയും, ഗോമേതകം രാഹുവിനെയും, പവിഴം ചൊവ്വയെയും പ്രതിനിധാനം ചെയ്യുന്നു.